ജോനാഥൻ്റെ മനസ്സു നിറയെ എന്തുകൊണ്ടോ അസ്വസ്ഥൻ വന്നു നിറയുകയാണ്. ഒന്നുകൊണ്ടും ആഹ്ലാദകരങ്ങളായ അനുഭവങ്ങളെല്ലാം സംഭവിക്കുന്നതെന്നും ഇതൊക്കെ എന്തിൻ്റെയോ ആരംഭമായിരിക്കും. ചിന്തകൾ കൊണ്ട് കാടുകയറിയ മനസ്സുമായി പുറത്തെ ഘനീഭവിച്ച ഇരുട്ടിലേക്ക് മിഴിനട്ടിരുന്നു ജോനാഥൻ ആലോചിച്ചു. എന്തോ ഒരജ്ഞാത ശൂന്യതയും ഉൾക്കിടിലവും തന്നെ വലയം ചെയ്തിരിക്കുകയാണ് തോന്നൽ. കുതിരവണ്ടി സമർത്ഥമായി തെളിച്ചുകൊണ്ടിരിക്കെ വണ്ടിക്കാരൻ ഒരു കറുത്ത വലിയ കമ്പിളിപ്പുതപ്പ് ജോനാഥൻ്റെ ദേഹത്ത് കിട്ടുകൊടുത്തിട്ട് പറഞ്ഞു, രാത്രി നല്ല തണുപ്പുള്ളതാണ് സാറേ. നിങ്ങളെ എല്ലാവിധത്തിലും ശ്രദ്ധിച്ചു കൊള്ളണമെന്നാണ് പ്രഭു പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. സ്റ്റീനടിയിൽ തണുപ്പുകറ്റാൻ ഫ്ലാസ്ക് നിറയെ സ്പ്ലിബാറ്റിസ്റ്റ് ബ്രാൻഡിയും വെച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഉപയോഗിച്ചു കൊള്ളുക. ജോനാഥൻ മറുപടി പറഞ്ഞില്ല. എന്തെങ്കിലും ഒരൊഴികഴി ഉണ്ടായിരുന്നെങ്കിൽ ആ രാത്രി യാത്ര ഒഴിവാക്കാമായിരുന്നായിരുന്നു അപ്പോൾ അയാൾ ചിന്തിച്ചത്. പുറത്തേക്ക് നോക്കിയിരുന്ന ജോനാഥൻ പെട്ടെന്നൊരു ഞെട്ടലോടെ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തോ ഒരു സംശയം. സഞ്ചരിക്കുന്ന വാഹനം ഒരു മാർഗത്തിൽ കൂടി തന്നെ കറങ്ങിത്തിരിഞ്ഞ് പിന്നെയും സഞ്ചരിക്കുകയാണോ എന്നാണ് അയാൾ ശ്രദ്ധിച്ചത്. വഴിയിൽ ചില അടയാളങ്ങൾ ശ്രദ്ധിച്ചു കാത്തിരുന്നപ്പോൾ തൻ്റെ സംശയം ശരി തന്നെയെന്നാണ് ജോനാഥന് ബോധ്യമായി. അതേക്കുറിച്ച് വണ്ടിക്കാരനോട് ചോദിക്കാൻ തുടങ്ങിയെങ്കിലും അത് വേണ്ടെന്ന് വെച്ചു. കാരണം അത് മനഃപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ ചോദ്യം കൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. കുറേ സമയം ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന മട്ടിൽ ജോനാഥൻ വണ്ടിക്കുള്ളിൽ കണ്ണടച്ചിരുന്നു. സമയം എത്രയായെന്നറിയാൻ ആകാംക്ഷ തോന്നിയപ്പോൾ ഒരു തീപ്പെട്ടിക്കൊള്ളിയുരച്ച് വാച്ചിൽ ശ്രദ്ധിച്ചു. അർദ്ധരാത്രിക്ക് ഏതാനും നിമിഷങ്ങളെ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. പൊടുന്നനെ ജോനാഥൻ്റെ മനസ്സിൽ ഒരു കൊള്ളിയാവൻ പറഞ്ഞു. അർദ്ധരാത്രിയെക്കുറിച്ചുള്ള കേട്ടിട്ടുള്ള കഥകൾ സംഭവവിവരങ്ങളും അനുസരണയില്ലാതെ അണിതെറ്റിച്ച് വന്നിറങ്ങുകയാണ് മനസ്സിൽ. പെട്ടെന്നായിരുന്നു തികച്ചും അപ്രതീക്ഷിതമായ താഴ്വരയിലെവിടെയോ ഏതോ ഒരു കൃഷിക്കാരൻ്റെ കുടിലിൽ നിന്നും ഒരു നായ നീട്ടി മോങ്ങിത്തുടങ്ങിയത്. നിർത്താതെ നീട്ടിയുള്ള അതിൻ്റെ ശബ്ദം എന്തുകൊണ്ട് ഭയന്ന് കൂവുന്നതുപോലെയുണ്ടായിരുന്നു. തുടർന്ന് മറ്റു നായയും ആ മോങ്ങൽ ഏറ്റെടുത്തു. അതേ തുടർന്ന് മറ്റൊരെണ്ണം, പിന്നാലെ നാലാമതും മറ്റൊന്ന്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ രാജ്യത്തുള്ള സകല നായ്ക്കളും ഒരേ സ്വരത്തിൽ ഇതെവിടെ നിന്നില്ലാതെ ഓലിയിട്ടു തുടങ്ങി. ആദ്യത്തെ നായയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഉരുണ്ടുകഴിഞ്ഞ കുറുമ്പൻ കുതിരകൾ വിറയ്ക്കുകയും യാത്ര തുടരാൻ മടിക്കുകയും ചെയ്തു. കുതിരക്കാരൻ ഏതോ ഒരു സ്വാന്തനത്തെ നോക്തികൾ കേട്ട അവ ആദ്യത്തേതുപോലെ യാത്ര പുനരാരംഭിച്ചു. നായ്ക്കളുടെ മോങ്ങലുകളും തെല്ലൊന്നടങ്ങിയപ്പോൾ ഒന്ന് ആശ്വസിച്ചതാണ്. പക്ഷേ അതിലിരട്ടി ശബ്ദത്തിൽ അതിലും ഭീകരമായി ചെന്നായ്ക്കളുടെ മോങ്ങലുകൾ ആരംഭിച്ചപ്പോൾ ഉള്ളിലുണർന്ന ഞെട്ടൽ വിറയലായി ശരീരത്താകമാനം പടരുന്നത് ജോനാഥൻ അറിഞ്ഞു. അയാൾ ആ വണ്ടിയിൽ നിന്നിറങ്ങി ഓടാൻ ആഗ്രഹിച്ചു. നിമിഷങ്ങളായിരുന്നു അത്. കുതിരകൾ ഭയന്ന് വിറച്ച് കുതിച്ചു ചാടാൻ തുടങ്ങി. വണ്ടിക്കാരൻ കുതിരകളെ പണിപ്പെട്ട് പിടിച്ചു നിർത്തി. അയാൾ താഴെ ഇറങ്ങി കുതിരകളെ തലോടി ആശ്വസിപ്പിച്ചു. കുതിരകൾ ശാന്തമായപ്പോൾ വണ്ടിക്കാരൻ ഇരിപ്പിടത്തിൽ ചാടിക്കയറി ചുരത്തിൽ നിന്നും ഇടുങ്ങിയ മറ്റൊരു ഭാഗത്തേക്ക് വണ്ടി തെളിയിച്ചു. ഉയർന്നു വളർന്നു നിൽക്കുന്ന വൃക്ഷനിബിഡങ്ങൾക്കുള്ളിലൂടെയായിരുന്നു ആ യാത്ര. വളർന്നു ചെരിഞ്ഞ വൃക്ഷങ്ങൾ പല സ്ഥലത്തും വഴിയിലേക്ക് നീണ്ടുകിടന്ന് മാർഗതടസ്സം സൃഷ്ടിച്ചതായിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ തുറിച്ചു നിന്ന പാറക്കെട്ടുകളും അപകടത്തിൻ്റെ മുന്നറിയിപ്പും നൽകി. തണുത്ത ചൂളക്കാറ്റ് പാറയ്ക്കീഴിൽ നിന്ന് തട്ടി പേടിപ്പെടുത്തുന്ന ഹുങ്കാര ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. മഞ്ഞു പെയ്യാൻ ആരംഭിച്ചത് പെട്ടെന്നായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ വാഹനത്തിന് ചുറ്റും മഞ്ഞിൻ്റെ ഒരു കോട്ട ഉയർന്നു. ചെന്നായ്ക്കളുടെ ശബ്ദ ശൃംഖല 4 വശത്തിൽ നിന്നും വാഹനത്തിനരികിലേക്ക് കൊണ്ടുവന്നിരുന്നതായി തോന്നിയപ്പോൾ ജോനാഥൻ വാതിൽ നിന്ന് കുറച്ചുകൂടി അകത്തേക്ക് തള്ളിയിരുന്നു. കുതിരകൾ വീണ്ടും വിരളുകയും യാത്ര ചെയ്യാൻ മടിക്കുകയും ചെയ്തു. കുതിരക്കാരൻ മാത്രം ഇതൊന്നും അറിയാതെ മട്ടിൽ തൻ്റെ സീറ്റിലിരുന്നു. പെട്ടെന്നായിരുന്നു അതുണ്ടായത്. ആ വാഹനത്തിനിടതുവശത്തായി ദൂരെ അവ്യക്തമായി ജ്വലിക്കുന്ന ഒരു നീല വെളിച്ചം ജോനാഥൻ കണ്ടു. വണ്ടിക്കാരനും അത് കണ്ടുവെന്ന് തോന്നുന്നു. കാരണം അതേ നിമിഷത്തിൽ അയാൾ വണ്ടി നിർത്തി ചാടിയിറങ്ങി ഇരുട്ടിലൂടെ എവിടേക്കോ നടന്നു മറഞ്ഞു. ജോനാഥൻ അമ്പരന്നുപോയി.
എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചെങ്ങനെ ഇരിക്കുമ്പോൾ ചെന്നായ്ക്കളുടെ ശബ്ദം കുറഞ്ഞു വരികയും വണ്ടിക്കാരൻ തിരിച്ചു വരികയും ചെയ്തു. യാത്ര വീണ്ടും തുടങ്ങി. പക്ഷേ ആ സംഭവം പലവട്ടം ആവർത്തിച്ചപ്പോൾ എല്ലാം ഒരു സ്വപ്നമായിട്ടാണ് ജോനാഥന് തോന്നിയത്. ഒടുവിൽ ഒരു തവണ മുൻപത്തേക്കാളും അകലത്തേക്ക് വണ്ടിക്കാരൻ നടന്നുപോയി. ആ നീല വെളിച്ചം അപ്പോൾ തൊട്ടടുത്തായിരുന്നു. വണ്ടിക്കാരൻ മടങ്ങി വരാൻ വൈകുമെന്ന് തോന്നിച്ചതുകൊണ്ട് കുതിരകൾ ഭീതിപൂർവ്വം നിലവിളി കൂട്ടുകയും തുള്ളിക്കുതിക്കുകയും ഒക്കെ ചെയ്തു. എന്താണ് കാരണമെന്ന് ജോനാഥൻ തലപ്പുറത്തേക്കിട്ടൊന്ന് പാളി നോക്കി. നിലാവുദിച്ചതു കണ്ട് പരിസരമെല്ലാം ഏറെക്കുറെ വ്യക്തമായി അപ്പോൾ കാണാൻ കഴിയുമായിരുന്നു. ആ നിമിഷത്തിൽ അയാൾ അതിയായി നടുങ്ങിത്തരിച്ചുപോയി. അത്രയേറെ ഭീകരമായ ഒരു കാഴ്ചയാണ് വണ്ടിക്ക് ചുറ്റും അപ്പോൾ ജോനാഥൻ കണ്ടത്. വെളുത്തു തിളങ്ങുന്ന കൂർത്ത പല്ലുകളും ചുവന്നു തുടങ്ങിക്കിടക്കുന്ന നാവും എഴുന്നു നിൽക്കുന്ന സടയും ഞരമ്പുകളും തുറിച്ചു നിന്നിരുന്ന കൈകാലുകളുമായി കുറെ കൂറ്റൻ ചെന്നായ്ക്കൾ ജ്വലിക്കുന്ന കണ്ണുകളോടെ വണ്ടിക്കു ചുറ്റും നിൽക്കുന്നു. അവ നാവുകൊണ്ട് ചൊടിനുണഞ്ഞ് അയാളെ തന്നെ ഉന്നം വെച്ച് നോക്കി നിൽക്കുന്നു. അവയുടെ ഓലിയിലേക്കാൾ 100 മടങ്ങ് ഭീകരവും ബീഭത്സവുമായിരുന്നു ആ കാഴ്ചയിൽ ജോനാഥൻ സന്ദർശിച്ചത്. അയാൾ ഭീതി കൊണ്ട് മൂടി തളർന്നു. തൊണ്ട വരളുകയും നാവുണങ്ങുകയും ചെയ്തു. സാധാരണ ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ ആ ദർശന മാത്രയിൽ തന്നെ മരണം സംഭവിക്കുമായിരുന്നു. പൊടുന്നനെ നിലാവ് ഒന്നുകൂടി തെളിഞ്ഞു. ആരുടെയോ ജ്ഞാനോത്സരണമെന്നോണം അക്രൂരമായ ചെന്നായ്ക്കളെല്ലാം ഒരു നിമിഷം മോങ്ങി. കുതിരകൾ ഭയന്നു വിറച്ചു തുള്ളി പിന്നോക്കം നീങ്ങാൻ തുടങ്ങി. അവയുടെ കണ്ണുകൾ ഭയം കൊണ്ട് പുറത്തേക്ക് ഉന്തി എന്തൊക്കെയോ ശ്രമിച്ചാലും രക്തക്കുതിയന്മാർ തീർത്ത ആ വളയത്തിനുള്ളിൽ നിന്ന് തനിക്കോ കുതിരകൾക്കോ രക്ഷപ്പെടാനാവില്ലെന്ന് ജോനാഥൻ അറിഞ്ഞു. ഇനി ഏതു നിമിഷവും ചെന്നായ്ക്കൾ തൻ്റെ നേരെ ചാടി വീണുവെന്ന് വരും. ജോനാഥൻ പെട്ടെന്നൊരു ഭയം തോന്നി. അയാൾ വണ്ടിയുടെ വശങ്ങളിൽ ഉറക്കെ തട്ടി ശബ്ദമുണ്ടാക്കുകയും വണ്ടിക്കാരനെ വിളിക്കുകയും ചെയ്തു. വണ്ടിക്കാരൻ വരുമ്പോഴേക്കും ചെന്നായ്ക്കൾ കുറെ അകന്നു പോകട്ടെ എന്ന് കരുതി കുറേയേറെ ആക്രാശിച്ചെങ്കിലും ആ ജന്തുക്കൾ ഒരിഞ്ചു പോലും നിന്നിടത്തു നിന്ന് അനങ്ങുകയുണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു കുതിരക്കാരൻ കനത്ത അധികാര ശബ്ദത്തിലുള്ള ഒരു മുരൾച്ച കേട്ടത്. ജോനാഥൻ ആശ്വാസത്തോടെ തിരിഞ്ഞു നോക്കി. ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ചയാണ് അപ്പോഴും അയാൾക്ക് കാണാൻ കഴിഞ്ഞത്. വണ്ടിക്കാരൻ ചെന്നായ്ക്കളെ ഇരുവശങ്ങളിലേക്കും ആട്ടിൻ പച്ചങ്ങളെന്ന പോലെ വകഞ്ഞു മാറ്റുന്നു. അവ ചൂളിക്കൊണ്ട് പിന്നോക്കം മാറുന്നു. ആ നേരത്ത് ചന്ദ്രക്കല ഒരു കാർമേഘത്തിനുള്ളിൽ മുങ്ങിപ്പോയതുകൊണ്ട് ജോനാഥനൊന്നും കാണാൻ കഴിഞ്ഞില്ല. വീണ്ടും നിലാവ് പരന്നപ്പോൾ വണ്ടിക്കാരൻ തൻ്റെ സീറ്റിലുണ്ടായിരുന്ന ആ ചെന്നായ്ക്കൾക്ക് എവിടെയോ അപ്രത്യക്ഷമായിരുന്നു. ഓർമ്മിച്ചിരിക്കെ മരവിപ്പായി തോന്നിക്കുന്ന അനുഭവമായിരുന്നു ജോനാഥന്. ഇരുട്ടിൻ്റെ മേനിയിൽ ചാട്ടവാർ വീശി വേദനിപ്പിച്ചുകൊണ്ട് കുതിരവണ്ടി പിന്നെയും യാത്ര ആരംഭിച്ചു. ചെങ്കുത്തായ അനവധി കയറ്റങ്ങൾ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടേയിരുന്നു. വണ്ടി മലകളെ ചുറ്റിവളഞ്ഞ് മുകളിലേക്ക് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു നിമിഷത്തിൽ വണ്ടിക്കാരൻ കടിഞ്ഞോൻ പിടിച്ച് വണ്ടി നിർത്തി. കറുത്ത ഭീകരമായ ഒരു കോട്ടമുറ്റത്ത് വാഹനം എത്തിക്കഴിഞ്ഞിരുന്നു. ജോനാഥൻ അറിഞ്ഞു. ആ കോട്ടയുടെ ഉയർന്ന കിളിവാതിലിലൂടെ നേരിയ പ്രകാശകിരണം പോലും പുറത്തേക്കെണ്ണയുന്നുണ്ടായിരുന്നില്ല. ഏതോ യുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങളെന്നോണം പൊട്ടിപ്പൊടിഞ്ഞു കിടന്ന കോട്ടയുടെ മുൻഭാഗം ഇരുട്ടിൽ പിന്നെയും ഭയപ്പെടുണ്ടാക്കി. അയാൾ ആ കോട്ടയിലേക്ക് തന്നെ തുറിച്ചു നോക്കി. വണ്ടി നിന്നു കഴിഞ്ഞയുടൻ വണ്ടിക്കാരൻ ജോനാഥനെ കൈപിടിച്ച് ഇറക്കാൻ സഹായിച്ചു. ആ കൈകൾക്ക് അപാര ശക്തിയാണ്. അയാൾ കരുതിയാൽ തന്നെ ഞെരിച്ചു കളയാൻ കഴിഞ്ഞേക്കുമെന്ന് ജോനാഥന് തോന്നി. അയാൾ താഴെ ഇറങ്ങി നിന്നപ്പോൾ വണ്ടിക്കാരൻ പെട്ടികളും മറ്റുമെടുത്ത് താഴെ വെച്ചു. കാലപ്പഴക്കം ദ്രവിപ്പിച്ച കരിങ്കൽ കവാട വീതിയിൽ കൂറ്റൻ ഇരുമ്പാണികൾ കൊണ്ട് പട്ടിയടിപ്പിച്ചുറപ്പിച്ചിട്ടുള്ള കതകം നോക്കി. അമ്പരന്നങ്ങനെ നിൽക്കുമ്പോൾ വണ്ടിക്കാരൻ ഒരക്ഷരം പോലും പറയാതെ സീറ്റിൽ കയറിയിരുന്ന് വണ്ടിയോടിച്ചകന്നു. ഭീകരതയിലും നിശബ്ദതയിലും ഒറ്റപ്പെട്ടുപോയ ജോനാഥൻ പകപ്പോടെ ചുറ്റും നോക്കി. തൻ്റെ സാന്നിധ്യം അകത്തറിയിക്കാൻ യാതൊരു ഉപായവും കാണാതെ അയാൾ സ്തംഭിച്ചു.
കതകിൽ മുട്ടി വിളിക്കാമെന്ന് കരുതിയാൽ എത്ര ശക്തിയായി മുട്ടിയാലും അകത്ത് കേൾക്കുമോ എന്ന് സംശയം. എന്തു ചെയ്യണമെന്നറിയാതെ വിറച്ചു വിയർത്ത് അങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ വിധിയോർത്ത് ഖേദിക്കുകയായിരുന്നു ജോനാഥൻ. വക്കീലുദ്യോഗസ്ഥന്മാരടക്കം പങ്കപ്പാട് ഇങ്ങനെ തന്നെയായിരിക്കുമോ? സംശയം അതിവേഗം ഓടിക്കലയുകയും നേരം പ്രഭാതമാകുമായെന്ന് കരുതി അയാൾ കാത്തു നിൽക്കുകയായിരുന്നു. എല്ലാ കിനാവും തന്നെയാണോ എന്ന ഇപ്പോഴും അയാൾക്ക് സംശയം. താൻ ലണ്ടനിലാണെന്നും ഇപ്പോഴും ഇത്രയും നടന്നതത്രയും സ്വപ്നമായിരുന്നെന്നും കരുതാൻ അയാൾക്ക് സമ്മതമായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം ഒരിക്കലും സ്വപ്നമാകില്ലല്ലോ. നടന്ന തന്ത്രം സത്യമാണെന്നും താനിപ്പോൾ ട്രാൻസ്വാനിയിൽ കാർപ്പേത്തിയൻ മലയിലാണെന്നും ഓർക്കുന്ന നിമിഷത്തിൽ അയാൾ ഭയം കൊണ്ട് വിരണ്ടു പോകുന്നു. നേരം പുലരാതെ ഇനി കോട്ടവാതിൽ തുറക്കുകയില്ലെന്ന് തോന്നുന്നു. അതുവരെ കാത്തു നിൽക്കാതെ ഗത്യന്തരമില്ലല്ലോ. അങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോൾ കോട്ടയ്ക്കുള്ളിൽ നിന്നും കനത്ത കാലൊച്ച കേൾക്കുന്നത് പോലെ തോന്നി. അത് സത്യമാണെന്ന് ജോനാഥന് എളുപ്പം ബോധ്യമായി. കാരണം കതകിൻ്റെ വിളവിൽ കൂടി നേർത്ത പ്രകാശം കാണാറായി. തുടർന്ന് അകത്ത് ചങ്ങലകളും കിലുകിലുക്കങ്ങളും കതകിൻ്റെ പൂട്ടിൽ താക്കോൽ തിരിക്കുന്ന ശബ്ദവും കേട്ടു. പഴക്കം കൊണ്ട് തുരുമ്പിച്ച ഇരുമ്പ് പൂട്ട് കർണകഠോരമായ ശബ്ദത്തിൻ്റെ തുറക്കപ്പെടുന്നതും ഭീകരമായ കിറുകിറാ ശബ്ദത്തോടെ വലിച്ചു മാറ്റപ്പെടുന്നതും ജോനാഥൻ അറിഞ്ഞു. ഒടുവിൽ ഒരു പടുകൂറ്റൻ കവാടം ഉള്ളിലേക്ക് തുറക്കപ്പെട്ടു.